الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പടച്ചവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വാ ബോധത്തോടു കൂടി ജീവിക്കുകയും ഈമാനോടുകൂടി മരണപ്പെടുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂല്യങ്ങളെ വീണ്ടെടുക്കുന്ന കലാലയമാണ് കുടുംബം എന്നതായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണേണ്ടുന്ന സകല മൂല്യങ്ങളും ധാർമ്മികതയും ആരാധനയും അനുഷ്ഠാനവുമെല്ലാം അത് പരിശീലിപ്പിക്കപ്പെടേണ്ട ഇടം വീടുകളാണ് എന്നതാണ് നാം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ വീടെന്ന മഹാസാമ്രാജ്യത്തെ ഭരിക്കുന്ന കിരീടവും ചെങ്കോലുമണിഞ്ഞ രാജ്ഞിയാണ് ആ വീട്ടിലെ കുടുംബിനി എന്ന് പറയുന്നത്. വീട് ദുനിയാവിലെ ഒരു സ്വർഗമാണ്. ആ സ്വർഗം പണിയുന്നത് ആ വീട്ടിലെ ഹൂറുല്ലീങ്ങളായ മഹിളകളാണ്. അവർ വിചാരിച്ചാലേ ഒരു വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അവരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് അത് സാധ്യമായി തീരുന്നത്. സ്ത്രീവർഗത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മരിക്കുന്നത് വരെ വിശ്രമമില്ലാത്ത ആളുകളാണ് അവർ. നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെയും, അതുപോലെ വൈകുന്നേരമായി നേരം വെളുക്കുന്നത് വരെയും എന്നോണം ജീവിതത്തിലുടനീളം കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് അവർ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൻ്റെ അടിത്തറയിൽ സൽസ്വഭാവത്തിൻ്റെ സുഗന്ധം പരത്തി വീടിലുടനീളം പാറി നടക്കുന്ന ദൈവഭക്തിയും വിവേകവുമുള്ള നാം നേരത്തെ പറഞ്ഞ ഹൂറുല്ലീങ്ങളാണ്
നമ്മുടെ മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ മുസ്ലിം കുടുംബിനികൾ എന്ന് പറയുന്നത്. ആ സ്ത്രീകൾ ഒരു വേള മകളും ഭാര്യയും കുടുംബിനിയും ഉമ്മയും സഹോദരിയുമെല്ലാമായി ഓരോ വീടുകളിലും നിറഞ്ഞു നിൽക്കുന്നവരാണ്. മഹാന്മാരും മഹതികളും ജന്മമെടുക്കുന്നതും അവരുടെ സ്വഭാവവും സംസ്കാരവും രൂപപ്പെടുന്നതും ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കളെ വാർത്തെടുക്കുന്നതുമെല്ലാം ഈ ഹൂറുല്ലീങ്ങളായ മഹിളകളുടെ കൈകളിലൂടെയാണ്. അവളില്ലാത്ത, ആ കുടുംബിനിയില്ലാത്ത നാളുകൾ എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏകാന്തതയുണ്ടാക്കി തീർക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. ഒരു വേള നാം ഒരു യാത്ര പോവുകയാണ് എങ്കിൽ, 4 or 5 ഒരാഴ്ചയോ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണെങ്കിൽ നമുക്കൊരു ബാഗുമെടുത്ത് അത്യാവശ്യ സാധനങ്ങളുമായി അങ്ങ് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. നമ്മുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും നമ്മുടെ വീട് നമ്മൾ പോയപ്പോൾ എങ്ങനെ വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയുമുള്ളതായിരുന്നുവോ അതേ രൂപത്തിൽ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്തും ആ വീട് അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ വീട്ടിലെ ഭാര്യ കുടുംബിനി 1 or 2 or 4 ദിവസം അവളുടെ വീട്ടിലേക്കോ മറ്റ് സ്ഥലത്തേക്കോ ഒരു യാത്ര പോവുകയാണെന്ന് കരുതുക. അവൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വീട് തന്നെ ആകെ അലങ്കോലപ്പെട്ടിരിക്കും. നമ്മുടെ മുറ്റം മുഴുവനും ചപ്പുചവറുകൾ നിറഞ്ഞതായിരിക്കും. വീട്ടിലേക്ക് കയറി ചെന്നാലും വൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. വസ്ത്രങ്ങൾ അങ്ങുമിങ്ങും വലിച്ചിട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. കുട്ടികൾ ഒരുപക്ഷെ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്ത് അവർക്ക് അപകടങ്ങളോ അതുപോലെയുള്ള കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞ അവസ്ഥകളാണ് ഉണ്ടാവുക. അഥവാ നമ്മുടെ കുടുംബിനി, നമ്മുടെ ഭാര്യ 4 ദിവസം വീട്ടിലില്ലെങ്കിൽ അതിൻ്റെ അടയാളം ആ വീട്ടിൽ കാണുന്നതാണ്. ഇങ്ങനെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഹൂറുല്ലീങ്ങളായ മഹിളകളെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. ദുനിയാവ് എന്ന് പറയുന്നത് ഒരുപാട് വിഭവങ്ങളാണ്. ആ വിഭവങ്ങൾ നമുക്കറിയാം, സമ്പത്താണ്, വീടാണ്, ജോലിയാണ്, അതുപോലെയുള്ള നമ്മുടെ ദുനിയാവിലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാമാണ്. എന്നാൽ പ്രവാചകൻ പറയുന്നത് വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവിലെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് ഒരു നല്ല സ്ത്രീയാണ്. കുടുംബത്തിൽ ഒരു സ്വാലിഹത്തായ ഒരു ഇണയുണ്ടാവുക, ഭാര്യയുണ്ടാവുക, സ്ത്രീയുണ്ടാവുക എന്നതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം, സമ്പത്ത്, വിഭവം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു തിരുവചനത്തിൽ പ്രവാചകൻ പറയുന്നത് ഇന്നമദ്ദുനിയ മതാഅ്. ദുനിയാവ് എന്ന് പറയുന്നത് കുറേ വിഭവങ്ങളാണ്. വലൈസ മിൻ മതാഇദ് ദുനിയ ശൈഉൻ അഫ്ളല മിൻ മർഅതി സ്വാലിഹ. ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനോളം ശ്രേഷ്ഠമായ മറ്റൊരു വിഭവവും ഈ ദുനിയാവിലില്ല. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരാശയം, ഒരു സ്ത്രീയോളം, ഒരു കുടുംബിനിയോളം, ഒരു ഭാര്യയോളം വിശിഷ്ടമായ ശ്രേഷ്ഠമായ മറ്റൊരു വിഭവവും തന്നെ ഈ ദുനിയാവിലില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമിറങ്ങിയപ്പോൾ വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളികളും സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരത് ചെലവഴിക്കുന്നുമില്ല.
ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ട് പ്രവാചകരെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന ആയത്തിറങ്ങിയപ്പോ, അപ്പോ ദുനിയാവിലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി മെച്ചമുണ്ടാകുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, എന്നിട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുന്ന ആളുകൾ എന്ന ആ വചനമിറങ്ങിയപ്പോ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, അയ്യുൽ മാലി നത്തഹിദു, ഇതൊന്നും ഞങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ ഏതൊരു ധനമാണ് പ്രവാചകരെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്, ശേഖരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ലിയത്തഹിദ് അഹദുക്കും ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ വസൗജതൻ മുഅ്മിനതൻ. ദുനിയാവിൽ നിന്ന് നിങ്ങൾ നേടേണ്ട സമ്പത്ത് എന്ന് പറയുന്നത് ഖൽബൻ ശാകിറൻ, നന്ദിയുള്ള ഒരു ഹൃദയമാണ്, വലിസാനൻ ദാകിറൻ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവാണ്, വസൗജതൻ മുഅ്മിനതൻ, മുഅ്മിനത്തായ ഒരു ഇണയെയുമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ സേവനം, ആ കുടുംബത്തിൽ ഒരു നേരം ഒഴിവില്ലാതെ അവർ നിർവഹിക്കുന്ന ആ സേവനം വൃഥാവിലാകുന്നില്ല. അള്ളാഹു അത് കാണാതിരിക്കുന്നില്ല. അള്ളാഹു അതിന് വില കൽപ്പിക്കുകയും അവർക്കതിന് തക്കതായ പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അവൻ താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 97-ാമത്തെ വചനത്തിലൂടെ സൂറത്തുൻ നഹ്ലിൽ പറയുന്നു, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, ഒരു ആണാകട്ടെ ഒരു പെണ്ണാകട്ടെ വല്ല സൽക്കർമ്മവും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, അവർ വിശ്വാസികളാണെങ്കിൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് അതിവിശിഷ്ടമായ ഒരു ജീവിതം അള്ളാഹു അവരെ ജീവിപ്പിക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യുന്നതാണ്. ഏതൊരു കാലത്താണ് ഇത് പറയുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. സ്ത്രീകളെ കുഴിച്ചുമൂടിയിരുന്ന, പ്രസവിച്ച ഉടനെ കുഴിച്ചുമൂടിയിരുന്ന, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന, അവരെ മൃഗതുല്യരായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പ്രവർത്തനങ്ങൾക്കും ഇക്വാലിറ്റി, അവർക്ക് സമത്വം കൽപ്പിച്ചിട്ടുള്ളത് എന്നത് ഏറെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വമൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദക്കരിൻ വ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസി, അവർ വിശ്വാസിയാണെങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. വലാ യുളമൂന നഖീറ, അല്പം പോലും അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 124-ാമത്തെ വചനത്തിലും പറയുന്നു. അതുപോലെ സൂറത്തു ആൽ ഇംറാൻ 195-ാമത്തെ വചനം, സൂറത്തു ഗാഫിർ 40-ാമത്തെ വചനം, അതുപോലെ മറ്റൊരുപാട് വചനങ്ങളിൽ ഈ പറഞ്ഞ സ്ത്രീയുടെയും പുരുഷന്റെയും പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും അവർക്കും അഥവാ സ്ത്രീകൾക്കും ഒട്ടും കുറവില്ലാത്ത വിധത്തിൽ തന്നെ അവർക്കുള്ള പ്രതിഫലങ്ങൾ കൃത്യമായി നൽകപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ വീട്ടിലെ കുടുംബിനി, ആ കുടുംബത്തിന്റെ നാഥയായിട്ടുള്ള ആ കുടുംബിനി എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരിയാണ്. ആ വീടിനെ നിയന്ത്രിക്കുന്നത് അവളാണ്. ആ പുരുഷൻ അവിടെ മേൽക്കൈയുണ്ട് എങ്കിലും അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വീടിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്, അവിടുത്തെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത്, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഒരു കുടുംബിനിയായി, മാതൃകാ കുടുംബിനിയായി ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ ആയിരിക്കണം, നമ്മുടെ ഭാര്യമാരായിരിക്കണം. അതിനുള്ള കഴിവും അറിവും ത്രാണിയും അവർക്കുണ്ടാകണം. അതിനനുയോജ്യമാകുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ മകൾ വളർന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന മറ്റൊരു മകളും അങ്ങനെ തന്നെയാവണം. രണ്ടും അങ്ങനെ തന്നെ ആവണം. നമ്മളെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ മകൾ
ഇതിന് യോഗ്യതയുള്ളവളാവണം. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ത്രീയും പെൺകുട്ടിയും ഈ യോഗ്യത നേടിയവളായിരിക്കണം. ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ആദർശം കൊണ്ടും ത്യാഗം കൊണ്ടും ഇസ്ലാമികമായ ജീവിതം കൊണ്ടും ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ഒട്ടേറെ വനിതകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. തിളങ്ങുന്ന അധ്യായങ്ങളാണ് അവർ രചിച്ചിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 മക്കളെയും പ്രസവിച്ച ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ അതിക്രൂരമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള അതിക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമെല്ലാം ഉണ്ടായപ്പോ പ്രവാചകന്റെ കൂടെ തന്നെ നിലയുറപ്പിക്കുകയും അതുപോലെ തന്നെ ഹിറയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ പ്രവാചകരെ അങ്ങയുടെ ഭാര്യയോട് ഖദീജ ബീബിയോട് എന്റെ സലാം പറയുക, ബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതി വെച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ച ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ പറഞ്ഞ ഇതുപോലെയുള്ള മഹിളകൾക്ക് എന്നും ചരിത്രത്തിൽ ഏറെ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന മഹദിയാണ്. എല്ലാ രംഗത്തും ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാർ ഖദീജ ബീബി ഒഴികെയുള്ള ബാക്കി പത്നിമാരും ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ കുടുംബിനികളായി, കുടുംബത്തിലെ രാജ്ഞിമാരായി, അവിടുത്തെ വിളക്കുകളായി, അവിടുത്തെ വിളക്കുമാടങ്ങളായി, അവിടെ കുടുംബത്തിലെ ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കും മാർഗദർശനം നൽകുന്ന, അവരെ നേർവഴിയിലേക്ക് നടത്തുന്ന ആളുകളായി തന്നെയാണ് ജീവിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായിട്ടുള്ള ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, ആ മഹദി ആദ്യം വിവാഹമോചനം ചെയ്യപ്പെട്ടു. എന്തിനാണ് വിവാഹമോചനം ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് നടക്കുന്ന ആ കാലത്ത് ആ ദഅവത്ത് കേൾക്കാനിടയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹക്ക് തോന്നി അതാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് അത് വിശ്വസിക്കണം. അവ ആഗ്രഹം മനസ്സിൽ വെച്ചു. ഭർത്താവ് വീട്ടിലേക്ക് വന്നപ്പോ കേൾക്കുന്ന കാര്യം എൻ്റെ ഭാര്യ മുസ്ലിമാകാൻ പോകുന്നു എന്നാണ്. കച്ചവടം കഴിഞ്ഞ് വരികയാണ്. വീട്ടിലേക്ക് കയറാതെ ഈ ദേഷ്യം കാരണം ഭർത്താവ് മടങ്ങിപ്പോവുകയും അങ്ങനെ വഴിക്കവിടെയോ വെച്ചുകൊണ്ട് മറ്റാരോ ആയിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയുമാണ്. അതിലുണ്ടായ മകനാണ് അനസ് റളിയല്ലാഹു അൻഹു. മാലിക് ബിൻ നളർ എന്നായിരുന്നു ആദ്യത്തെ ഭർത്താവിന്റെ പേര്. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് എന്ന് പറയാറുള്ളത്. ആ ആദ്യത്തെ ഭർത്താവ് അങ്ങനെ നഷ്ടപ്പെട്ടു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അപ്പോഴും ചെറുപ്പക്കാരിയാണ്. ഒരു മകൻ മാത്രമാണുള്ളത്. പലരും വിവാഹം അന്വേഷിച്ചു. ആ കൂട്ടത്തിൽ അബൂ ത്വൽഹ എന്ന് പറയുന്ന മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനും ധനാഢ്യനും തറവാടിയുമായ വ്യക്തി വിവാഹം അന്വേഷിക്കുകയാണ്. ആ വിവാഹാന്വേഷണം ആരും തള്ളുകയില്ല, തട്ടുകയില്ല. കാരണം അത്രക്ക് യോഗ്യനാണ് അദ്ദേഹം. എന്നാൽ ഈ പറഞ്ഞ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തോട് പറഞ്ഞത്, അൻത റജുലുൻ മുശ്രികുൻ വ അന ഇംറഅത്തുൻ മുസ്ലിമത്തുൻ, നീ ഒരു മുശ്രിക്കായ ആളാണ്, ഞാനൊരു മുസ്ലിമത്തായ പെണ്ണാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. കാറ്റ് വന്നാൽ പാറിപ്പോകുന്ന, വെള്ളം വന്നാൽ ഒലിച്ചു പോകുന്ന, ഭൂകമ്പത്തിൽ തകർന്നു പോകുന്ന ആരാധ്യ വസ്തുക്കളെ അല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്? അത്തരത്തിലുള്ള വിഡ്ഢിത്തമല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യോജിക്കുകയില്ല എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. പക്ഷേ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോ തൻ്റെ ആരാധനാ രീതികളിലുള്ള മൗഢ്യം അദ്ദേഹത്തിന് അഥവാ അബൂ ത്വൽഹക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹം വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്തു. അതിനു മുമ്പേ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. 900 ഈത്തപ്പനകളുള്ള അന്നത്തെ ഏറ്റവും വലിയ ഈത്തപ്പനത്തിന്റെ ഉടമയായ ഞാൻ ആ തോട്ടം നിനക്ക് മഹറായി നൽകാം എന്നുവരെ അബൂ ത്വൽഹ ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ
അബൂ ത്വൽഹയോട് പറഞ്ഞു, വേണ്ട, നിങ്ങൾ പറഞ്ഞ ആ വലിയ തോട്ടമൊന്നും എനിക്ക് മഹറായി നൽകേണ്ടതില്ല. നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിച്ചു എന്നതു തന്നെ മഹറായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദമ്പതികളായി കൊണ്ട് ജീവിക്കാം എന്ന ഈമാനിന് ആ വില കൽപ്പിച്ച മഹദികളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അനസ് നിങ്ങളുടെ സേവകനായി ഇവിടെ നിന്നോട്ടെ. ഉമ്മ വിചാരിച്ചത് നല്ല കൂട്ടുകെട്ടോടുകൂടി സഹവാസത്തോടുകൂടി നല്ല രൂപത്തിൽ കുട്ടി വളരട്ടെ എന്നാണ്. ആ രൂപത്തിൽ നബിയോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ മോന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണട്ടോ, എൻ്റെ മോന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മകന് വേണ്ടി സമ്പത്തുണ്ടാകുവാനും ആയുസ് നീട്ടിക്കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിച്ചു. 100-ലധികം വർഷങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു. 100-ലധികം പേരക്കുട്ടികളെ അദ്ദേഹം മറവ് ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അഥവാ ആ മാതാവിൻ്റെ ഉമ്മു സുലൈം എന്ന് പറയുന്ന മാതാവിൻ്റെ കുടുംബവുമായിട്ടുള്ള ആദർശവുമായിട്ടുള്ള ബന്ധം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഖാദിസിയ്യ യുദ്ധത്തിലേക്ക് 4 മക്കളെയുമായി കടന്നു ചെന്നിട്ടുള്ള ഖൻസാ ബീബി റളിയല്ലാഹു തആല അൻഹ 4 മക്കളാണ്, വിധവയാണ്, ഭർത്താവില്ല. ഖാദിസിയ്യ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ആ മക്കളെ യുദ്ധക്കളത്തിലേക്ക് അയച്ചു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. മുസ്ലിം സൈന്യത്തിന് ആദ്യം പരാജയമാണ് ഉണ്ടാവുക എന്ന് തോന്നി. ആ സമയത്ത് ഖൻസാ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ മക്കളെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും അവർക്ക് ആവേശം നൽകുകയാണ്. മക്കളെ, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിച്ചവരാണ്, സ്വന്തം ഇഷ്ടപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോന്നവരാണ്. ഞാൻ നിങ്ങളുടെ തറവാടിന് പേര് ദോഷമുണ്ടാക്കിയിട്ടില്ല, നിങ്ങളെ ഉപ്പാനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രണാങ്കണത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് വിധവയായ ഖൻസാ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ യുവത്വം തുളുമ്പുന്ന 4 മക്കളോടും പറയുകയാണ്. ഉമ്മയിൽ നിന്നു തന്നെ ഈ വാക്കുകൾ കേട്ട അവർ ഈറ്റപ്പുലികളെപ്പോലെ ചീറിപ്പാഞ്ഞുകൊണ്ട്, സിംഹങ്ങളെപ്പോലെ ഗർജിച്ചുകൊണ്ട്, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ട് ആ രണാങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ താങ്ങാൻ നിങ്ങൾ ആ ഉസ്തമിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയപ്പോ അവസാനം ഈ 4 പേരും ഷഹീദാവുകയാണ്. അവിടെ 4 മക്കൾ ഷഹീദായി കിടക്കുന്നത്, ചലനമറ്റ് കിടക്കുന്നത് കണ്ട ഖൻസാ ബീബി റളിയല്ലാഹു തആല അൻഹ എന്ന കുടുംബിനി ഈ 4 മക്കളെയും ഭർത്താവില്ലാതെ പോറ്റി വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഈ കുടുംബിനി അവിടെ വെച്ചുകൊണ്ട് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം എന്നാണ്. പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. ഇവരിലൂടെ എന്നെ പരിശുദ്ധയാക്കിയ, എനിക്ക് പദവി നൽകിയ പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും. ഇവരിതാ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഇവരിതാ നിന്റെ അടുക്കലേക്ക് വരികയാണ്. അവരുടെ 4 ശുഹദാക്കളുടെ മാതാവ് എന്ന കീർത്തി മുദ്ര വീണ്ടും ഇതാ എൻ്റെ ചുമലിൽ വന്നിരിക്കുന്നു. പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖൻസാ ബീബി റളിയല്ലാഹു തആല അൻഹ രണാങ്കണത്തിൽ പ്രതികരിച്ചത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഉഹുദ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാം. മുസ്ലിം സൈന്യം ഛിന്ന ഭിന്നമായി കൊണ്ട് പിരിഞ്ഞോടിയിട്ടുള്ള സമയം. ആ മുസ്ലിം സൈന്യം ആദ്യത്തിൽ വിജയക്കൊടി പാറിച്ചു എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ സമയം ശത്രു സൈന്യം പിന്തിരിഞ്ഞോടുകയാണ്. ഈ സമയത്താണ് ഞങ്ങൾക്ക് എല്ലാം ലഭിച്ചു എന്ന രൂപത്തിൽ ഉഹുദ് മലയുടെ മുകളിൽ നിർത്തിയിരുന്ന ആ അമ്പെയ്ത്തുകാർ ഇറങ്ങി വരികയും ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുകയും എല്ലാം ചെയ്യുന്ന ആ രംഗം കണ്ടപ്പോ അന്നത്തെ ഏറ്റവും വലിയ യുദ്ധവീരനായിരുന്ന തന്ത്രജ്ഞനായിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് ശത്രുപക്ഷത്താണ്. അന്ന് ഉഹുദിലെ മലമടക്കുകളിലൂടെ പ്രത്യാക്രമണം നടത്തി മുസ്ലിം സൈന്യത്തിനെ അവർ ഛിന്ന ഭിന്നമാക്കി. ഈ സമയത്ത് രണാങ്കണത്തിലേക്ക് ആയുധമെടുത്തുകൊണ്ട് ഒരു പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണിന്റെ പേരാണ് നുസൈബ റളിയല്ലാഹു തആല അൻഹ.
നുസൈബ റളിയല്ലാഹു തആല അൻഹ ആ രണാങ്കണത്തിലേക്ക് വാളുമായി ആയുധവുമായി കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ എൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ നുസൈബ, ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ അവിടെയും നുസൈബ, മുമ്പോട്ടോ പിന്നോട്ടോ നോക്കിയാൽ അവിടെയെല്ലാം നുസൈബ. നുസൈബയതാ രണാങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ വീട്ടിലും കുടുംബത്തിലും അതുപോലെ തന്നെ അവരുടെ സാംസ്കാരികമായ വളർച്ചയിലും എല്ലാം തന്നെ ഏറെ പങ്ക് വഹിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഒരുപാട് മഹിളാ മണികളെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാവുന്നതാണ്. വിളക്കൂതി വിരുന്നൂട്ടിയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരു വിരുന്നുകാരൻ വന്നപ്പോ നാം കഴിച്ചില്ലെങ്കിലും ഉറങ്ങുന്ന കുട്ടിക്കത് കൊടുത്തില്ലെങ്കിലും വന്ന വിരുന്നുകാരന് കൊടുക്കാം എന്ന് പറഞ്ഞ് വിരുന്നൂട്ടി പിറ്റേന്ന് സുബ്ഹ് നമസ്കാരത്തിന് ഭാര്യയും ഭർത്താവും പള്ളിയിൽ ചെന്നപ്പോ അവരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്തിട്ടുള്ള ആ പ്രവർത്തനം കണ്ട് പടച്ചവൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ്. അഥവാ ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടുകൂടി ആ കുടുംബത്തിൽ ജീവിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്ത ആ അവസ്ഥ അതുപോലെ ശേഷമുള്ള കാലഘട്ടത്തിലും നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അമവി അബ്ബാസി ഭരണകൂടങ്ങളെല്ലാം ഉള്ളപ്പോഴും അവിടെ കടന്നു വരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ആ മഹാനായ ഭരണാധികാരിയുടെ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് കിരീടത്തിന്റെ അവസ്ഥയിൽ നിന്ന് രാജ്ഞി പട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്. എന്നിട്ട് നാം കേട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ, ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിയിടുവാനായി നാലണ കയ്യിൽ എന്ന ആ ചരിത്രം അതേ രൂപത്തിൽ ആവിറക്കുന്ന ആ സംഭവം പച്ചപ്പാവമായി ആ കുടുംബത്തിൽ ജീവിക്കുന്ന രംഗം. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഒരു കുടുംബത്തിന്റെ വിശ്വാസപരവും ധാർമ്മികവുമായിട്ടുള്ള സകല മേഖലകൾക്കും നേതൃത്വം വഹിക്കുന്നതോ അവർക്ക് പാഠമാകുന്നതും പ്രചോദനമാകുന്നതും ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ്. അങ്ങനെ ഒരു സ്ത്രീ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്കും സമാധാനമാണ്. നമ്മുടെ മക്കളെ വളർത്താൻ, നമ്മുടെ കുടുംബത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ മതിയാകും എന്ന് നമുക്ക് തീർച്ചയായും ബോധ്യമുണ്ടാകും. അങ്ങനെയുള്ളവരാക്കി മാറ്റാൻ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ ആ രൂപത്തിൽ ഇസ്ലാമിക ബോധമുള്ളവരാക്കി മാറ്റാൻ നാം ശ്രമിക്കുക. അതിന് ദീനീപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിൽ, വിശേഷിച്ച് വെള്ളിയാഴ്ച പള്ളികളിലെങ്കിലും നല്ല കാര്യങ്ങൾ പറയുന്ന സമയങ്ങളിൽ, സ്ഥലങ്ങളിൽ അവർ എത്തിപ്പെടുകയും അത് കേൾക്കുകയും അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടാക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭാര്യമാരെ, നല്ല സ്ത്രീകളെ, നല്ല കുടുംബിനികളെ, കുടുംബത്തിന്റെ അത്താണികളായി മാറുന്ന, അവിടുത്തെ ഭരണകർത്താക്കളായി തീരുന്ന അത്തരത്തിലുള്ള ഭാര്യമാരെ നൽകി നമ്മുടെ കുടുംബങ്ങളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ആരെങ്കിലും അത് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള രേഖകൾ ഉണ്ടാക്കി എന്യൂമറേറ്റർമാരെ സമീപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കുകളിൽ പോയോ ആ കാര്യം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പല രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും പല ജില്ലാ കലക്ടർമാരും 23-ാം തീയതി വരെ അത് ഫോമുകൾ സ്വീകരിച്ചാൽ മതിയെന്നും 26-ാം തീയതി വരെ അത് അപ്ലോഡ് ചെയ്യണമെന്നും അതിനുശേഷം നൽകപ്പെടുന്നത് സ്വീകരിക്കപ്പെടുകയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അങ്ങനെ അത് ഫേക്ക് ന്യൂസാണ്, അങ്ങനെ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരമില്ല എന്നാണ്. മലപ്പുറം ജില്ലാ കളക്ടർ ഇറക്കിയിട്ടുള്ള
ആ BLOമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. അതുകൊണ്ട് ഡിസംബർ 4 വരെ ഉണ്ടാകും എന്ന് കരുതിയിരിക്കുകയൊന്നും വേണ്ട. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ രേഖകൾ വളരെ കൃത്യമായി ഉണ്ടാക്കിക്കൊണ്ട് അത് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഹെൽപ്പ് ഡെസ്ക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കുകളിൽ പോയി മുകളിലുണ്ടാകുന്ന നമ്മുടെ 2025 വോട്ടർ പട്ടിക പ്രകാരമുള്ള നമ്മുടെ ID കാർഡ് നമ്പറും ബാക്കി കാര്യങ്ങളുമെല്ലാം പൂരിപ്പിക്കുകയും 2002 വോട്ടർ പട്ടിക ഉള്ളവരാണെങ്കിൽ താഴെ ഭാഗത്തെ ഇടത് ഭാഗത്തുള്ള കോളം പൂരിപ്പിക്കുകയും 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അഥവാ മാതാവ്, പിതാവ്, അതുപോലെ അവിടുന്ന് അങ്ങോട്ടുള്ള വലിയുപ്പ, വലിയുമ്മ ഇതുപോലെയുള്ള ആളുകളുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് വലതുഭാഗം മാത്രം പൂരിപ്പിക്കുകയും, അഥവാ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും 2 ഭാഗം മാത്രമാണ് പൂരിപ്പിക്കാനുണ്ടാവുക. ഈ 2 ഭാഗം കൃത്യമായി പൂരിപ്പിച്ചുകൊണ്ട് 2002 വിവരങ്ങൾ നൽകുമ്പോൾ നമ്മുടെ മുകളിൽ എഴുതിയ ആളിൻ്റെ 2002 ആളാണ് എങ്കിൽ ആ വിവരം അവിടെ ചേർക്കുവാനുണ്ടാകും. ബന്ധുവിൻ്റേതാണ് എങ്കിൽ നമ്മളൊരു വിവരവും അവിടെ ചേർക്കാനുണ്ടാകില്ല. 2002 ബന്ധുവിൻ്റെ വിവരം, അയാളുടെ പേരെന്താണ്, അയാളുടെ എപ്പിക് നമ്പർ ഉണ്ട് എങ്കിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ആ വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ടുണ്ട് എങ്കിൽ 2002 വോട്ടർ ലിസ്റ്റ് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ആ എപ്പിക് നമ്പർ എഴുതുക, താഴെ അയാളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നെഴുതുക. അഥവാ അവിടെ ആ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചാൽ അവിടെ കാണാവുന്നതാണ്. ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായി അത് നമ്മുടെ വീട്ടിലെല്ലാവരും ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ ഈ SIRൻ്റെ ഫോം നൽകേണ്ടവർ മുഴുവനും കൊടുത്തോ എന്നത് കൃത്യമായും പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക. നമ്മുടെ വീട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ വിവരങ്ങൾ അവർക്ക് ആവശ്യമുള്ളതാണ് എങ്കിൽ, വളരെ മുമ്പാണെങ്കിൽ നമ്മുടെ വിവരം അവർക്ക് ആവശ്യമുണ്ടാവില്ല. കാരണം അവരും അവരുടെ ഭർത്താവും ഒക്കെ 2002 ലിസ്റ്റിലുണ്ടാകും. അല്ലാത്തവരാണ് എങ്കിൽ നമ്മുടെ വിവരങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുക. ഗൗരവമേറിയ വിഷയമാണെന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. ഇത് ഒരു പക്ഷേ അപകടത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടി കേരളം എന്നത് പ്രബുദ്ധ ഒരു നാടാണ് എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിവേകപൂർവ്വം കാണുകയും എടുക്കുകയുമെല്ലാം ചെയ്യുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് വിഡ്ഢിത്തം പറ്റാൻ പാടില്ല, അലസരാകാൻ പാടില്ല എന്നത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിൻ്റെ ഇസ്സത്ത്, അഭിമാനം, അതിൻ്റെ അസ്തിത്വം എന്നും നിലനിൽക്കുന്ന വിധത്തിൽ സർവശക്തനായ റബ്ബേ, ഞങ്ങൾക്ക് നിൻ്റെ സഹായം ആവശ്യമാണ്. പടച്ചവനെ, നീ ഞങ്ങളെ ആ രൂപത്തിൽ എല്ലാ സഹായവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതുപോലെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോവുകയുണ്ടായി. 9 മാസം പ്രായമായ ടിൻസ് ആയിരുന്നു. ഒരു കുട്ടി കുഴപ്പമൊന്നുമില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. ആ മരിച്ച കുട്ടി തനിക്കൊരു സമ്പാദ്യമായി നാളെ ആ കുടുംബത്തെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ക്ഷണിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ നാളെ അവർക്കൊരു അനുഗ്രഹമായി തീരുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ശേഷിക്കുന്ന കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കുവാനും ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലെ താങ്ങും തണലുമായി അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഭാര്യമാർക്ക്, കുടുംബിനികൾക്ക് അല്ലാഹുവേ ഈമാനും തഖ്വയും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളൊന്നും ഞങ്ങളുടെ വീടുകളിൽ ഇല്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ മൂല്യങ്ങളും സംസ്കാരങ്ങളും ധാർമ്മികത ഒന്നും ഒഴിഞ്ഞു പോകാത്ത വിധത്തിൽ അവരെ വളർത്തുവാനുള്ള ഇൽമും തൻ്റെടവും വിവേകവുമെല്ലാം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم
والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار